അമ്മയോടൊപ്പം ആരാധിക്കാം, കാരുണ്യനാഥനെ ആരാധിക്കാം, ആരാധിക്കാം, ആരാധിക്കാം. അബ്രഹാമിൻ നാഥനാരാധന, യാക്കോബിൻ ദൈവമേ ആരാധന, ഇസഹാക്കിൻ ഇടയനേ ആരാധന, ഇസ്രായേലിൻ നാഥനേ ആരാധന. അബ്രഹാമിൻ നാഥനാരാധന, യാക്കോബിൻ ദൈവമേ ആരാധന, ഇസഹാക്കിൻ ഇടയനേ ആരാധന, ഇസ്രായേലിൻ രാജനേ ആരാധന. ആരാധന, 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 ആരാധന. രണ്ട് കരങ്ങൾ ഉയർത്തി വിളിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് കർത്താവിനെ സ്തുതിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ അതിശക്തമായ സാന്നിധ്യം, മഹനീയമായ സാന്നിധ്യം കൊണ്ട് നമ്മളെല്ലാവരും നിറയട്ടെ. വിളിച്ച് പ്രാർത്ഥിക്കാം മക്കളെ. അമ്മയോട് ചേർന്ന് ഈശോയെ ആരാധിക്കാൻ നമ്മളെ കർത്താവ് ഈശോമിശിഹ അനുഗ്രഹിച്ചിരിക്കുകയാണ്. വിളിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പിക്കൊണ്ട് യേശുവേ ആരാധന, ഒന്ന് ചേർന്ന് ആരാധിച്ച് യേശുവേ ആരാധന, കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് യേശുവേ ആരാധന, നമ്മുടെ ഭവനങ്ങളെ സമർപ്പിച്ചുകൊണ്ട് യേശുവേ ആരാധന, നമ്മളെ ഓരോരുത്തരെയും സമർപ്പിച്ച് യേശുവേ ആരാധന, പൂർണ്ണമായും സമർപ്പിച്ച് യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് സെപ്റ്റംബർ 4 തീയതി പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച് കർത്താവിനെ ആരാധിക്കാൻ കടന്നു വന്നിരിക്കുന്ന നമ്മളെ എല്ലാവരെയും വചനത്തിലൂടെ കർത്താവ് നയിക്കുന്നു. പരിശുദ്ധ അമ്മ ഏതൊക്കെ വീടുകളിൽ ചെന്നിട്ടുണ്ടോ, ഏതൊക്കെ ഭവനങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടോ, അവിടെയൊക്കെ സംഭവിച്ച അത്യപൂർവമായ അനിതര സാധാരണമായ വലിയ മാറ്റങ്ങൾ ആ വീടിനും ആ കുടുംബത്തിനും കുടുംബാംഗങ്ങളുടെ ജീവിതത്തിലും വന്ന വലിയ മാറ്റങ്ങൾ നമ്മളെയും ആവേശഭരിതരാക്കും, നമുക്കും വലിയ പ്രചോദനവും മാതൃകയുമാണ്. ഇന്ന് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ സന്ദർശിച്ച ഏതാനും ഭവനങ്ങൾ നമ്മളൊന്ന് ധ്യാനാത്മകമായി പരിചിന്തനം നടത്തി നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരികയാണ്. നമുക്കറിയാം, ആദ്യമായിട്ട് ലൂക്കായുടെ സുവിശേഷം 1 അധ്യായം 39 മുതൽ 45 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. സഖറിയ എലിസബത്ത് ദമ്പതികളുടെ ഭവനത്തിൽ പരിശുദ്ധ മാതാവിൻ്റെ സന്ദർശനം. വചനം വായിച്ച് ധ്യാനിക്കുന്ന ഇപ്രകാരമല്ലേ: മാതാവ് ആ കുടുംബത്തിൽ കാല് കുത്തിയപ്പോൾ തന്നെ എലിസബത്തിൻ്റെ ഉദരത്തിലുണ്ടായിരുന്ന കുഞ്ഞു യോഹന്നാൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കുതിച്ച് ചാടിയെന്നാണ് വചനം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. എലിസബത്തും ഉദരത്തിൽ സംഭവിച്ചിരിക്കുന്ന യോഹന്നാനും ആ വീട് മുഴുവനും പരിശുദ്ധ മാതാവിൻ്റെ ഒരു സന്ദർശനം കൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിനാൽ പൂരിതമായി തീർന്നു. ഇത് എലിസബത്തിൻ്റെ അധരത്തിലൂടെ എലിസബത്ത് പറയുകയും ചെയ്തു.
പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ഓർക്കണം, ഇങ്ങനെ ഒരു ഗർഭസ്ഥ ശിശുവിന് പോലും മാതാവിൻ്റെ സന്ദർശനം കൊണ്ട് പ്രത്യേകമായ ശക്തി ലഭിച്ചുവെങ്കിൽ പരിശുദ്ധ അമ്മ നമ്മുടെ ഓരോരുത്തരെയും കുടുംബങ്ങളിൽ വന്ന് നിറയുമ്പോൾ നമ്മളൊക്കെ എന്തുമാത്രം ശക്തിയുള്ള വ്യക്തികളായിത്തീരും. എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. എലിസബത്തിൻ്റെ ഉള്ളിലുള്ള സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, എല്ലാ വേദനകളും ആ നിമിഷത്തിൽ തന്നെ പോയി. നിരാശ എടുത്തു മാറ്റപ്പെട്ടു. എലിസബത്ത് ദൈവമായ കർത്താവിനെ സ്തുതിക്കാനും ആരാധിക്കാനും നന്ദി പറയാനും തുടങ്ങി. വീണ്ടും പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുന്നുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ കാനായിലെ വിവാഹ വിരുന്ന്. ആ വീട്ടിലേക്ക് യേശുവും ശിഷ്യന്മാരും കടന്നു ചെന്നു. പരിശുദ്ധ അമ്മയും അവരോടൊപ്പം ചെന്നു. മാതാവിൻ്റെ സാന്നിധ്യം ആ കാനായിലെ വിവാഹ വിരുന്നിൽ വരുത്തിയ മാറ്റം എത്രയോ വലുതാണ് എന്ന് നമ്മളൊക്കെ പലകുറി വായിച്ച് ധ്യാനിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. കുറവുകളെല്ലാം നിറവുകളായിത്തീർന്നു. അപമാനമെല്ലാം അഭിമാനത്തിന് വഴിമാറിക്കൊടുത്തു. നമുക്കറിയാം, അതുവരെയും എല്ലാ തരത്തിലും അവഗണിക്കപ്പെട്ട് കിടന്ന വ്യക്തികളാകട്ടെ വസ്തുക്കളാകട്ടെ അതെല്ലാം 1-ാം സ്ഥാനത്തേക്ക് എടുത്തു വയ്ക്കപ്പെട്ടു. ആ 6 കൽഭരണികളുടെ സ്ഥാനം അതുവരെ എവിടെയായിരുന്നു? വീടിൻ്റെ മുറ്റത്തായിരുന്നു. ഇപ്പോഴോ ഏറ്റവും പ്രധാനപ്പെട്ട നിലവറയിലായി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു സൂക്ഷിച്ചു വെക്കുന്ന കാരണമായി തീർന്ന വസ്തുക്കളായി തീർന്നു ആ കൽഭരണികൾ. ഓർക്കണം പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ഇങ്ങനെയാണ്. ഏറ്റവും അവസാനത്തായിരിക്കാം ഒരുപക്ഷെ, പക്ഷേ മാതാവിൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മളെല്ലാവരും കർത്താവിൻ്റെ ഏറ്റവും അടുത്തേക്കെത്താനും ഈശോയിൽ നിന്ന് വലിയ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാനും കാരണമായി തീരും. അതുകൊണ്ടല്ലേ ഈ വിശുദ്ധ വചനത്തിൽ നമ്മൾ ഇത്രയും കൃത്യമായി വായിച്ച് ധ്യാനിച്ച് മനസ്സിലാക്കുന്നത്. ആരും ശ്രദ്ധിക്കാത്ത, ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത കൽഭരണികളായിരുന്നു. ഇന്നിതാ ആ കൽഭരണികളെയും അതിനുള്ളിലെ വീഞ്ഞിനെയും എല്ലാവരും സന്തോഷത്തോടെ നോക്കുന്നു, അതിനായിട്ട് ആഗ്രഹിക്കുന്നു, അതിനായിട്ട് എല്ലാവരും സന്തോഷത്തോടെ നടന്നെടുക്കുന്നു. വീണ്ടും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, ഈ മാതാവിൻ്റെ സാന്നിധ്യം ആ കാനായിലെ വിവാഹ വിരുന്നിൽ സംഭവിക്കാമായിരുന്ന വലിയ വീഴ്ചകളെയൊക്കെ പരിഹരിക്കാൻ ഇടയാക്കി. അവിടെയുള്ള വീട്ടുകാർക്കും വീട്ടുടമസ്ഥനും അവിടെ വന്നിരുന്ന സകല വിരുന്നുകാർക്കും അവരുടെ ജീവിതം സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും അനുഭവം പ്രദാനം ചെയ്തു. മാതാവിൻ്റെ ഒരു സാന്നിധ്യം മതി, ഒരു സന്ദർശനം മതി, നമ്മൾ ഓരോരുത്തരെയും കുടുംബം ഇങ്ങനെ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഒക്കെ കാരണമായി തീരും. നമ്മുടെ കുടുംബങ്ങളും ഇങ്ങനെ രൂപപ്പെടുകയും ചെയ്യും. വീണ്ടും നമ്മൾ 3-ാമതായി കാണുന്നുണ്ട് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 27-ാം വചനത്തിൽ ഈശോ പറഞ്ഞില്ലേ, ഇതാ നിൻ്റെ മകൻ, ഇതാ നിൻ്റെ അമ്മ എന്ന്. എന്നിട്ട് വചനം വായിച്ച് ധ്യാനിക്കുന്ന ഇങ്ങനെയല്ലേ, ആ നിമിഷം മുതൽ യോഹന്നാൻ മറിയത്തെ തൻ്റെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മാതാവിനെ യോഹന്നാൻ സ്വീകരിച്ചത് മൂലം യോഹന്നാൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റം എന്തൊക്കെയാണ്? അതുവരെയും യോഹന്നാൻ ഒരു തീവ്രവാദ സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു. വചനത്തിലുടനീളം നമ്മൾ കാണുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 54-ാം വചനത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരായ യാക്കോബ് യോഹന്നാനും യേശുവിനോട് പറഞ്ഞു, കർത്താവേ, സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കണമെന്ന് അങ്ങ് പറയ. സമരിയക്കാരെ നശിപ്പിക്കേണ്ട കാര്യമാണ് പറയുന്നത്. അവരെ ഈശോ സ്വീകരിക്കാത്തതുകൊണ്ട്. അത്ര ക്ഷിപ്രകോപിയും തീവ്രവാദിയും ഞങ്ങളെ സ്വീകരിക്കാത്തവരെ കൊന്നുകളയണമെന്നുള്ള സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു ഈ യോഹന്നാൻ. വീണ്ടും മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 38-ാം വചനത്തിൽ യോഹന്നാൻ ഈശോയോട് പറഞ്ഞില്ലേ, ഗുരു, നിന്റെ നാമത്തിൽ ഒരുവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. അവനോട് ഞങ്ങളെ അനുഗമിക്കാൻ പറഞ്ഞിട്ട് അവൻ സമ്മതിച്ചില്ല, അതുകൊണ്ട് അവനെ വിലക്ക്. കൂട്ടത്തിൽ കൂടാത്തവരെ എല്ലാ തരത്തിലും അവഗണിക്കണമെന്നും
നിരോധിക്കണമെന്നും ഒക്കെയുള്ള മനസ്ഥിതിയുള്ള വ്യക്തി. എന്ന് വെച്ചാൽ ദേഷ്യം, അരിശം, കോപം, വൈരാഗ്യം, ക്ഷിപ്രകോപി, ഇതൊക്കെയായിരുന്നു യോഹന്നാൻ്റെ സ്വഭാവം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ മാതാവ് യോഹന്നാൻ്റെ വീട്ടിൽ ചെന്ന് അങ്ങനെ കുറച്ച് നാളുകൾ താമസിക്കാൻ തുടങ്ങിയപ്പോൾ യോഹന്നാനിൽ സംഭവിച്ച മാറ്റം എന്താ? അതിനുശേഷം വിശുദ്ധ വചനം പറയുന്നു, യോഹന്നാൻ എല്ലാ തരത്തിലും ശാന്ത സ്വഭാവമായി തീർന്നു. യോഹന്നാൻ്റെ ജീവിതത്തിൽ പിന്നെ ഒരൊറ്റ വാക്കേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ വചനപ്രഘോഷണങ്ങൾക്ക്: യേശു സ്നേഹമാകുന്നു, യേശു സ്നേഹമാകുന്നു. ഇത് മാത്രമാണ് പിന്നീട് യോഹന്നാൻ തൻ്റെ ഹൃദയത്തിൽ നിന്ന് അധരത്തിലൂടെ ഉരുവിട്ടുകൊണ്ടിരുന്നത്. യോഹന്നാൻ്റെ മരണത്തിൻ്റെ അവസാന നാളുകളിലൊക്കെ എപ്പോഴും ഈ മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരുന്നു, സ്നേഹം, സ്നേഹം, സ്നേഹം. ഇത് മാത്രം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഉടനീളം സ്നേഹത്തിൻ്റെ മൂർത്തിമ ഭാവമായി കർത്താവ് യേശു മിശിഹായെ കാണുന്നു. പരിശുദ്ധ മാതാവിൻ്റെ ഒരു സന്ദർശനവും മാതാവ് ആ വീട്ടിൽ താമസിക്കുകയും ചെയ്തപ്പോൾ ഒരു മനുഷ്യനിൽ വന്ന വലിയ സമൂലമായ മാറ്റമാണ്, മാനസാന്തരമാണ്. ക്ഷിപ്രകോപി, തീവ്രവാദ സ്വഭാവമുള്ള വ്യക്തി, അരിശം, പൊട്ടിത്തെറിക്കുന്ന ആള്, ഇതൊക്കെ മാറി സ്നേഹത്തിൻ്റെ ആൾ രൂപമായി തീർന്നു വിശുദ്ധ യോഹന്നാൻ. അമ്മയുടെ ജസ്റ്റ് സാന്നിധ്യം അത് ആ മനുഷ്യനെ അടിമുടി മാറ്റിമറിച്ചു. നാലാമതായിട്ട് നമ്മൾ കാണുന്നുണ്ട്, പരിശുദ്ധ മാതാവും ശിഷ്യന്മാരും ഒരുമിച്ച് സെഹിയോൻ മാളികയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനഭാഗങ്ങളിൽ. അവിടെ എന്താ സംഭവിച്ചത്? അതുവരെയും വലിയ ദേഷ്യവും വലിയ കോപവും അതിനേക്കാൾ ഉപരിയായിട്ട് അങ്ങേയറ്റം ഭയപ്പാടോടും കൂടി ജീവിച്ച വ്യക്തികളായിരുന്നു ശിഷ്യന്മാർ എല്ലാവരും തന്നെ. കാരണം ഈശോ മരിച്ച് ഉയർത്തതിന് ശേഷം അവർക്ക് വല്ലാത്ത ഒരു അനാഥത്വം തോന്നി. ശിഷ്യന്മാർ ആകപ്പാടെ ചിതറി, അവരുടെ കൂട്ടായ്മ നശിച്ചു, അവരുടെ മനസ്സിൻ്റെ ആ ഐക്യവും അടുപ്പവും ഇല്ലാതായി. അവരുടെ ഉള്ളിൽ ഭയം കൂരിരുട്ട് പോലെ കുമിഞ്ഞു കൂടാൻ തുടങ്ങി. എല്ലാ തരത്തിലും അവർ അനാഥരായിത്തീർന്നു. ഈ സമയത്താണ് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ മാതാവ് ആ ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടി സെഹിയോൻ ശാലയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ചെന്ന് അവരെ കൂട്ടിച്ചേർത്ത് പിടിച്ച് അവർക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് നിരന്തരം പ്രാർത്ഥന ആരംഭിച്ചു. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്? പേടിച്ചിരുന്നവരെല്ലാവരും ധൈര്യമുള്ള വ്യക്തികളായിത്തീർന്നു. ചിതറിയോടിയവരെല്ലാവരും കൂട്ടി ഒരുമിപ്പിക്കപ്പെട്ടു. മനസ്സുകൾ തമ്മിൽ അകന്നിരുന്നവർ ഐക്യത്തിലായി. എന്നിട്ടോ പരിശുദ്ധാത്മാവ് തീനാവുകളുടെ രൂപത്തിൽ അവരുടെ ജീവിതത്തിലേക്ക്, ശരീരത്തിലേക്ക് ഇറങ്ങി വന്നു. തണുത്തുറഞ്ഞിരുന്ന അവരുടെ ജീവിതങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിനാളങ്ങൾ കൊണ്ട് ജീവനുള്ളതായി, ശക്തിയുള്ളതായി, അഭിഷേകമുള്ളതായി ചൂട് പിടിച്ചു. പ്രിയപ്പെട്ടവരെ ഓർക്കണം, മാതാവിൻ്റെ സന്ദർശനം, മാതാവിൻ്റെ സാന്നിധ്യം, മാതാവിൻ്റെ ഓരോ നിമിഷത്തെയും നമ്മുടെ ജീവിതത്തിലുള്ള സാന്നിധ്യം, അത് നമ്മളെയൊക്കെ വല്ലാതെ സ്വാധീനിക്കണം, വല്ലാതെ മാറ്റിമറിക്കും. അതുകൊണ്ട് ഇന്ന് പ്രത്യേകമായും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദിവ്യകാരുണ്യമായ ഈശോയെ ആരാധിക്കണം നമുക്ക്. എന്നിട്ട് പ്രത്യേകമായും പ്രാർത്ഥിക്കണം, മാതാവേ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കും വരണമേ, മാതാവേ ഞങ്ങളുടെ ജീവിതത്തിലേക്കും വരണമേ. അമ്മയോടൊത്ത് കർത്താവിനെ, ഈശോയെ ആരാധിക്കാൻ മക്കളെ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് 2 കൈകളും നമുക്ക് യാചനാരൂപത്തിൽ തുറന്നു പിടിച്ച് 2 കരങ്ങളും തുറന്നു പിടിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് അമ്മയോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന്, അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, അമ്മയോട് ചേർന്ന് ഈശോയെ ആരാധിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 2 കരങ്ങൾ ഉയർത്തുക. 2 കരങ്ങൾ
കരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചേ മക്കളെ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ച് അമ്മേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ, അമ്മേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. കരമുയർത്തി സ്വരമുയർത്തി വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോയേ കൈകൾ കൂപ്പി അമ്മേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. എല്ലാവരും ചേർന്ന് അമ്മേ ഞങ്ങളിൽ കനിയണമേ. അമ്മേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പരിശുദ്ധമേ ദൈവമാതാവേ, അമ്മ എലിസബത്തിൻ്റെയും സഖറിയായുടെയും വീട് സന്ദർശിച്ചപ്പോൾ അവിടെ വസിച്ചിരുന്നവരിലും ആ വീട് മുഴുവനിലും പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞല്ലോ. ഇതുപോലെ പരിശുദ്ധമ്മേ ദൈവമാതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലും അങ്ങ് വന്ന് നിറഞ്ഞ് ആത്മാവിൻ്റെ അഭിഷേകമുള്ള മക്കളായി ഞങ്ങളെ രൂപപ്പെടുത്തി തരണമേ. കാനായിലെ വിവാഹ വിരുന്നിലെ ആ വീട്ടിലേക്ക് ചെന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ കുറവുകളും പരിശുദ്ധമ്മേ നിറവുകളാക്കി അങ്ങ് രൂപപ്പെടുത്തിയല്ലോ. ആ വീടിന് സംഭവിക്കാമായിരുന്ന എല്ലാ അപമാനവും എല്ലാ നാണക്കേടും ഒക്കെ അമ്മയുടെ സാന്നിധ്യം കൊണ്ട്, അമ്മയുടെ ഒരു വാക്കുകൊണ്ട് അമ്മ പരിഹരിച്ചു കൊടുത്തല്ലോ. പരിശുദ്ധ മാതാവേ, ആ വീട്ടിൽ എല്ലാ തരത്തിലും തഴയപ്പെട്ട് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് കിടന്നിരുന്ന എല്ലാ വസ്തുക്കളെയുമാണല്ലോ ഒന്നാം സ്ഥാനത്തേക്ക് എടുത്തു വെച്ചത്. ഞങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ മാതാവിൻ്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ. കർത്താവേ, പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ സന്തോഷമുള്ളതാക്കി തീർക്കണമേ, അനുഗ്രഹമുള്ളതാക്കി തീർക്കണമേ. ആനന്ദത്തോടെ കർത്താവിനെ സ്തുതിച്ചാരാധിക്കുന്ന മക്കളായി ഞങ്ങളെ രൂപപ്പെടുത്താൻ അമ്മേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ എന്ന് മക്കളെ നമുക്ക് രണ്ട് കരങ്ങൾ ഉയർത്തി വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിനെ വിളിച്ചാരാധിക്കാം. കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക, ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കുക മക്കളെ. എല്ലാവരും ചേർന്ന് വിളിച്ചുണരട്ടെ. കർത്താവിന്റെ അതിശക്തമായ സാന്നിധ്യം, മാതാവിന്റെ ശക്തമായ മാധ്യസ്ഥം നമ്മുടെ എല്ലാവരെയും ജീവിതത്തിൽ ഉണ്ടാകാൻ കരമുയർത്തി സ്വരമുയർത്തി ഉറക്കെ ഒരുമിച്ച് വിളിച്ച് പ്രാർത്ഥിക്കാം. ഈശോയേ കരങ്ങൾ കൂപ്പി എല്ലാവരും പരിശുദ്ധ അമ്മ യോഹന്നാന്റെ കുടുംബത്തിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ കർത്താവെ, യോഹന്നാന്റെ ജീവിതത്തിൽ സംഭവിച്ച ജീവിത മനപരിവർത്തനം എത്രയോ വലുതായിരുന്നു. അതുവരെയും ക്ഷിപ്രകോപിയും ദേഷ്യവും അരിശവും വൈരാഗ്യവും വെച്ചു പുലർത്തി ഒരു തീവ്രവാദിയെപ്പോലെ ജീവിച്ച യോഹന്നാൻ മാതാവിൻ്റെ സഹവാസം കൊണ്ട്, മാതാവിൻ്റെ സാന്നിധ്യം കൊണ്ട് സ്നേഹത്തിൻ്റെ ആൾ രൂപമായി തീർന്നല്ലോ. യോഹന്നാനെ പോലെ കർത്താവെ, പരിശുദ്ധ മാതാവിൻ്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ ദേഷ്യങ്ങളും മാറ്റിക്കളയാൻ സഹായിക്കണമേ. ഏതെങ്കിലും തരത്തിൽ അരിശമോ വൈരാഗ്യമോ ക്ഷമിക്കാൻ പറ്റാത്ത സ്വഭാവമോ ഒക്കെ ഞങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അമ്മേ മാതാവേ, മാതാവിൻ്റെ സാന്നിധ്യം കൊണ്ട്, മാതാവിൻ്റെ സന്ദർശനം കൊണ്ട് അതൊക്കെ ഉള്ളിൽ നിന്ന് എടുത്തു കളഞ്ഞ് കർത്താവെ, സ്നേഹം തന്നെയായ ഈശോയെ സ്നേഹിക്കാൻ, ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കാൻ, കർത്താവിനോട് ചേർന്ന് ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധ മാതാവേ, സെഹിയോൻ ശാലയിൽ അങ്ങ് കടന്നു ചെന്നപ്പോൾ അതുവരെയും പേടിച്ച് ഉൾഭയത്തോടെ ചിതറിത്തെറിച്ച് ജീവിച്ചിരുന്ന ശിഷ്യന്മാരെല്ലാവരും ഒന്നിച്ച് ഐക്യത്തോടെ പ്രാർത്ഥിച്ച് ശക്തി പ്രാപിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞ് അവരോരോരുത്തരും ശക്തിയുള്ള വ്യക്തികളായി തീരുകയും ചെയ്തല്ലോ. അതിലൂടെയാണല്ലോ എൻ്റെ കർത്താവെ അവരെല്ലാവരും അങ്ങയുടെ വചനം ലോകം മുഴുവൻ
പ്രഘോഷിക്കാനും അങ്ങേക്കായി രക്തസാക്ഷികളായി തീരാനും ശക്തി ലഭിച്ചത് മാതാവിൻ്റെ മാധ്യസ്ഥവും മാതാവിൻ്റെ നേതൃത്വവും. മക്കളെ, നമുക്ക് 2 കരങ്ങളും ഉയർത്താം. 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ചിട്ട് യേശുവേ എന്ന് ഉറക്കെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കുക. മാതാവിൻ്റെ മാധ്യസ്ഥം എവിടെയൊക്കെയുണ്ടോ, മാതാവിൻ്റെ സാന്നിധ്യം എവിടെയൊക്കെയുണ്ടോ, അവർ ഓരോരുത്തരും ഇതുപോലെ ശക്തിയുള്ളവരായി തീരും. ശിഷ്യന്മാരെ പോലെ ശക്തിയുള്ള വ്യക്തികളായി തീരും. ആത്മാവിനാൽ അഭിഷേകമുള്ളവരായി തീരും. അഗ്നിനാളങ്ങളായിട്ട് പരിശുദ്ധാത്മാവ് വന്നു നിറഞ്ഞിട്ട് നമ്മൾ ഓരോരുത്തരും ചൂടുള്ള വ്യക്തിയായി തീരും. തീഷ്ണതയുള്ള ശിഷ്യരായി തീരും. വിളിച്ച് പ്രാർത്ഥിക്കുക മക്കളെ, വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ അതിശക്തമായ സാന്നിധ്യം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായി നമ്മളിൽ എല്ലാവരിലും വന്നു നിറയാൻ കരമുയർത്തി സ്വരമുയർത്തി അമ്മേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോയേ, കൈകൾ കൂപ്പി എല്ലാവരും ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധമേ ദൈവമാതാവേ, എത്രയോ കുടുംബങ്ങളാണ് ഇന്ന് പലതരത്തിലും ഭിന്നിച്ചും ചിതറിയും ഒക്കെ ജീവിക്കുന്നത്. മാതാവേ, അമ്മ അങ്ങനെയുള്ള കുടുംബങ്ങളിലേക്ക് വരണമേ. മക്കളും മാതാപിതാക്കളും തമ്മിൽ ഐക്യമില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങൾ, എല്ലാ തരത്തിലും ഭിന്നിപ്പുള്ള കുടുംബങ്ങൾ, ജീവിത പങ്കാളികൾ പരസ്പരം വിശ്വാസമില്ലാതെ വഞ്ചിച്ചും പറ്റിച്ചും ജീവിക്കുന്ന അനേകം കുടുംബങ്ങൾ, എല്ലാ തരത്തിലും ഭിന്നിപ്പിൻ്റെ മൂർത്തിമ രൂപങ്ങളും ഭാവങ്ങളുമായി തീരുന്ന 100 കണക്കിന് കുടുംബങ്ങൾ ഈ ദേശത്തും ഞങ്ങളുടെ നാട്ടിലും ഉണ്ട്. കർത്താവേ, പരിശുദ്ധ മാതാവേ, അങ്ങനെയുള്ള എല്ലാ കുടുംബങ്ങളിലേക്കും അങ്ങ് വരണമേ. അങ്ങനെയുള്ള കുടുംബങ്ങളിലെ ഭിന്നിപ്പൊക്കെ മാറിപ്പോകാൻ മാതാവിൻ്റെ സാന്നിധ്യം കൊണ്ട് അവരെ ഓരോരുത്തരെയും നിറയ്ക്കണമേ. തകർന്നടയുന്ന കുടുംബങ്ങളെ പുനരുദ്ധരിക്കണമേ. തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്ന ജീവിതങ്ങളെ പരിശുദ്ധ മാതാവേ അമ്മയുടെ മാധ്യസ്ഥതയാലും സാന്നിധ്യത്താലും കൂട്ടി യോജിപ്പിക്കണമേ. പരിശുദ്ധ മാതാവേ, ശിഷ്യന്മാരെ അമ്മ ഒരുമിപ്പിച്ചതുപോലെ ഓരോ കുടുംബങ്ങളിലുള്ള മക്കളും മാതാപിതാക്കളും സഹോദരങ്ങളും ഐക്യത്തോടെ ജീവിക്കാൻ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒരുമിച്ച് അധ്വാനിച്ച് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുന്ന കുടുംബങ്ങളായി രൂപപ്പെടുത്തി തരുവാൻ ഇടയാക്കണമേ എന്ന് പരിശുദ്ധ മാതാവിനോട് ചേർന്ന് മക്കളെ നമുക്ക് 2 കരങ്ങളും ഉയർത്തി കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക, ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ വീടുകളിലുള്ള എല്ലാ ഭിന്നിപ്പും വിട്ടുപോകാൻ, എല്ലാ അസ്വസ്ഥതയും മാറിപ്പോകാൻ, നമ്മുടെ കുടുംബങ്ങളൊക്കെ ഐക്യത്തിന്റെ മാതൃകയായി തീരാൻ, നമ്മുടെ കുടുംബങ്ങളൊക്കെ കൂട്ടായ്മയുടെ മാതൃകകളായി തീരാൻ, പ്രാർത്ഥനയുടെ കുടുംബങ്ങളായി തീരാൻ, അനുഗ്രഹത്തിന്റെ കുടുംബങ്ങളായി തീരാൻ കരമുയർത്തി സ്വരമുയർത്തി വിളിച്ചു പ്രാർത്ഥിക്കട്ടെ, വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. അമ്മേ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. ഒരുമിച്ച് ഉറക്കെ വിളിക്കുക മക്കളെ. യേശുവേ, കൈകൾ കൂപ്പിക്കൊണ്ട് മുട്ടുകൾ കുത്തിക്കൊണ്ട് ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ച് ഇരു കരങ്ങളും തുറന്നു പിടിച്ച് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. മക്കളെ, കർത്താവ് ആശീർവദിച്ചു കഴിയുമ്പോൾ നമ്മൾ എല്ലാവരും അനുഗ്രഹീതരായി തീരും.
നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹീതരായി തീരും. കർത്താവിനെ വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലെ കർത്താവേ വലിയ അഭിഷേകം നിറയണമേ. കർത്താവേ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ ആരാധിക്കുകയാണ് കർത്താവേ. ദൈവത്തിന്റെ വലിയൊരു ശക്തി ഈ നിമിഷം എല്ലാ ഭവനങ്ങളിലേക്ക് ഒഴുകട്ടെ കർത്താവേ. ദൈവത്തിന്റെ കൃപ ഞങ്ങൾക്ക് ഒഴുകട്ടെ കർത്താവ്. എല്ലാ സഹനങ്ങളും പരിശുദ്ധ അമ്മയോട് ചേർന്ന് സഹിക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന. യേശു